RSS അജണ്ട നടപ്പാക്കുന്നവരായി കേരളത്തിലെ UDF സർക്കാർ മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. RSSന്റെ കൊലവിളി രാഷ്ട്രീയത്തിനും ക്ഷേത്ര കൊള്ളയ്ക്കുമെതിരെ CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. ഇന്ത്യയിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്ന നയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. ലോകരാഷ്ട്രങ്ങളുടെ ദാരിദ്ര്യ പട്ടിക നോക്കിയാൽ ഏറ്റവും ഒടുവിലത്തെ സ്ഥാനങ്ങളിലാണ് നമ്മുടെ രാജ്യം. അതേസമയം കോർപ്പറേറ്റുകൾക്ക് കേന്ദ്രം ഇളവുകൾ നൽകുന്നുമുണ്ട്. രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങൾ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ പാപ്പരാകുമ്പോൾ സമ്പന്നർ അതിസമ്പന്നരായി മാറുകയാണ്. അതിസമ്പന്നർക്ക് എല്ലാവിധ പിന്തുണയും സഹായവും കേന്ദ്രം നൽകുന്നുണ്ട്. കോർപ്പറേറ്റുകൾക്കും അതിസമ്പന്നർക്കും വേണ്ടി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടങ്ങളാണ് സർക്കാർ എഴുതിത്തള്ളുന്നത്. ഇത് യഥാർത്ഥത്തിൽ അവർക്ക് നൽകുന്ന ഒരു സൗജന്യമായി മാറിയിരിക്കുകയാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ കേന്ദ്ര അധികാരം കിട്ടിയപ്പോൾ ഭരണഘടനയെ ഏതെല്ലാം രീതിയിൽ തകർക്കാനാകും ആ ശ്രമമാണ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് അവരുപയോഗിക്കുന്നത് പൂർണ്ണ വർഗീയതയാണ്. എല്ലാ പ്രശ്നങ്ങളെയും വർഗീയമായി കാണാനും വർഗീയവൽക്കരിക്കാനും വർഗീയ സംഘർഷമുണ്ടാക്കാനും വർഗീയ കലാപമുണ്ടാക്കാനും ഒക്കെ ഈ കൂട്ടർ തയ്യാറാവുകയാണ്. വർഗീയ സംഘർഷങ്ങളിലൂടെ വർഗീയ കലാപങ്ങളിലൂടെ തങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടാനാകും എന്നതാണ് ഇവർ കാണുന്നത്. അതേസമയം സാധാരണക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളും സബ്സിഡികളും ഓരോന്നായി വെട്ടിക്കുറക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കാൻ തയ്യാറാകാത്ത നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള ജനക്ഷേമ പദ്ധതികൾ ഇടതുപക്ഷത്തിന്റെ ഇടപെടലിലൂടെയാണ് മുൻപ് നടപ്പിലാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളിൽ വർഗീയ വികാരങ്ങൾ ഉണർത്തിവിട്ട് പകയും വിദ്വേഷവും വളർത്താനാണ് സംഘപരിവാറും BJP ഗവൺമെന്റും ബോധപൂർവം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഇത്തരം തെറ്റായ നീക്കങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും ശക്തമായി രംഗത്ത് വരുന്നത് ശുഭസൂചകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യുവജനങ്ങളുടെ ഈ സജീവ ഇടപെടൽ സംഘപരിവാറിന്റെ ഗൂഢലക്ഷ്യങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. തങ്ങളുടെ വിഷമസ്ഥിതിയെക്കുറിച്ച് ആലോചിക്കാനും ഇടവരുന്നത് വർഗീയ വികാരത്തിന്റെ ഭാഗമായി മറ്റുള്ളവരോടുള്ള വിരോധമാണ്. ആ വിരോധം ആളിക്കത്തിക്കുക, പകയും വിദ്വേഷവും ആളുകളുടെ മനസ്സിൽ നടക്കുക. അതാണ് ബോധപൂർവം സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതായിരുന്നു ഇതേവരെയുള്ള RSSന്റെയും സംഘപരിവാറിന്റെയും BJP ഗവൺമെന്റിന്റെയും ചിന്ത. അതിനാണ് ഇപ്പോൾ ഒരു പ്രയാസം വന്നത്. അതിന്റെ ഭാഗമായി നാം കണ്ടു നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ PM ശ്രീ വിഷയത്തിൽ പ്രതികരിച്ച അദ്ദേഹം SSK ഫണ്ട് ലഭിക്കാനാണ് PM ശ്രീ ധാരണാപത്രത്തിൽ കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചതെന്ന് വ്യക്തമാക്കി. PM ശ്രീയുമായി മുന്നോട്ടു പോകണ്ട എന്നായിരുന്നു തങ്ങളുടെ നിലപാടെന്നും അത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നെന്നും പിണറായി പറഞ്ഞു. PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് തടസ്സമല്ല, അത് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അധികാരത്തിലെത്തിയാൽ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ തന്നെ അത് നടപ്പാക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. RSS അജണ്ടയുടെ പിന്നിൽ പോവുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും മറയില്ലാതെ RSS അജണ്ട അംഗീകരിക്കുകയാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ, മുൻ MP P കരുണാകരൻ, CH കുഞ്ഞമ്പു, VV രമേശൻ, P അപ്പുക്കുട്ടൻ, K രാജ്മോഹൻ, E പത്മാവതി, ബേബി ബാലകൃഷ്ണൻ, VPP മുസ്തഫ, പ്രശാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.